ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നമുക്ക് നോക്കാം സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും എന്നുള്ളത്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, Ace of Wands, Page of Pentacles, Devil, രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു 7 ഓഫ് സോർട്സും 6 ഓഫ് സോർട്സുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങളുടെ സമീപ ഭാവിയായിട്ടൊരു 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളിൽ പല വ്യക്തികൾക്കും ഒരു ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ എടുത്തടിച്ച് പ്രതികരിക്കുന്ന സ്വഭാവ രീതി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യത്യാസം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പകുതി വഴിയിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങൾക്കുണ്ട്. അത് എന്തായാലും, അത് ഒരു ജോബ് ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അതിനോട് പിന്നെ നിങ്ങൾക്കൊരു താല്പര്യമില്ലായ്മ വന്ന് അതിൽ നിന്ന് അതൊരു എന്തെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണെങ്കിൽ പോലും ആ ഒരു സ്വഭാവ രീതി നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു രീതി നിങ്ങൾക്ക് മാറാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥിരതയോ അതായത് പെട്ടെന്ന് മാറാതെ അതിൽ തന്നെ ഉറച്ചു നിന്ന് അതുമായി മുന്നോട്ട് പോകുന്ന ആ ഒരു സ്വഭാവം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇതുവരെയുള്ള ആ ഒരു സ്വഭാവത്തിൽ നിന്നും പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകും. അതിനുശേഷം അത് വേണ്ട, ഇതെനിക്ക് ചേരുന്നതല്ല, ഇതിലെനിക്ക് എനർജി കൊടുക്കുവാനായിട്ട് വയ്യ എന്നുള്ള ചിന്തയിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഗ്രോത്ത് വരാത്തൊരവസ്ഥയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കി എൻ്റെ ഭാഗത്താണ് കുറച്ച് തെറ്റ്, അപ്പോൾ ഞാൻ ഇനി മാറണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തുമെന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അത് കൂടാതെ തന്നെ എയ്സ് ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. വളരെ കാലമായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ശക്തമായ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ആ ഒരു ആഗ്രഹത്തിലോട്ട് നിങ്ങൾ എത്തുന്ന ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. ഒരു ഫയർ എനർജി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്ക് നിങ്ങൾ ചെന്നെത്തുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു എയ്സ് ഓഫ് വാൻഡ്സ് പറഞ്ഞു തരുന്നത്. കൂടാതെ പേജ് ഓഫ് പെന്റക്കിൾസ് കിട്ടുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങളെ കുറിച്ച് വളരെയധികം ഒരു താല്പര്യത്തോടു കൂടി നിങ്ങൾ പഠിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ജോബിലോട്ട് പ്രവേശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ഒരു ജോബിലാണെങ്കിൽ പോലും ഒരു സ്ഥിരതയോട് കൂടി ഇരുന്നതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറി കിട്ടുന്ന ജോബ് വേണം, ഇതിൽ എനിക്ക് അതൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ചിന്ത തോന്നുകയും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. എന്ത് കാര്യമായാലും നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുകയും അതിൽ തന്നെ ഉറച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ നമുക്കൊരു ഡെവിൾ കാർഡ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് കിട്ടുന്നത്. ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അതിപ്പോഴും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ചില ശീലങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എനർജി കൊടുക്കാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ചില വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുമാറാൻ പറ്റാത്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു ബന്ധമായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചുറ്റുപാടായിരിക്കാം. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങളെ പിടിച്ചു നിർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അത് കൂടാതെ തന്നെ നമുക്കൊരു 7 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്
നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റുമുള്ളവർ അത് ആര് തന്നെ ആയാലും ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റേതെങ്കിലും ഒക്കെ വ്യക്തികളായിരിക്കാം. അവരിൽ നിന്നൊക്കെ ഒരു ബൗണ്ടറി വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമീപ ഭാവിയിൽ അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുന്നതായിട്ടും അവരിൽ നിന്നും നിങ്ങൾ കുറച്ചൊന്ന് അകന്നു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു 6 ഓഫ് സോർട്സ് കിട്ടുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു മാറ്റമാണ് കാണിക്കുന്നത്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര, വളരെ കാലമായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു യാത്രയൊക്കെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പല വ്യക്തികളും ഇവിടെ വിദേശത്ത് പോയി ഒരു ജോബൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു അനുകൂലമായ ഒരു ടൈമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമീപ ഭാവിയിൽ നിങ്ങളുടെ ഒരു മാറ്റങ്ങളായിട്ട് നമുക്ക് ഇതൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഡബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ നിന്നൊന്ന് വിട്ട് നിൽക്കുവാനായിട്ട് ശ്രമിക്കുക. ഒന്നും പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കേണ്ട. അപ്പോൾ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ബൗണ്ടറി വെക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.